ഭദ്രം പശ്യേമി മാ അക്ഷവർയജത്രാഹ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം സ്വസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിവിധ മതങ്ങളുടെ പ്രതിനിധികളായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, സന്യാസി വര്യന്മാരെ, ഈ സമ്മേളനം സമുദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ രാഹുൽജി അവറുകളെ, ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കന്മാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ ചേർന്നിരിക്കുന്ന സജ്ജനങ്ങളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈകൾ. ഞാനിപ്പോഴിവിടെ ചൊല്ലിയ മന്ത്രം ഭാരതത്തിൻ്റെ ചിരന്തനമായ ദർശനം, സന്ദേശം സമാവഹിക്കുന്ന ഒരു മന്ത്രമാണ്. അല്ലയോ ദൈവമേ, നല്ലത് കാണാനുള്ള അവസരമുണ്ടാകണമേ, നല്ലത് കേൾക്കാനുള്ള അവസരമുണ്ടാകണമേ, കൈകൾ കൊണ്ട് നല്ലത് ചെയ്യുവാനുള്ള അനുഗ്രഹമുണ്ടാകണമേ, നന്മയോടൊപ്പം ചെലവഴിക്കുവാനുള്ള അവസരമുണ്ടാകണമേ. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനിവിടെ കാണുന്നത് അതാണ്. അതിമഹത്തായ ഈ ദിവ്യ സമാഗമത്തിൻ്റെ ശതാബ്ദി ആഘോഷം ഇത്രയും ഗംഭീരമായി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ നേതാക്കന്മാരെയും ശിവഗിരി മഠത്തിൻ്റെ പേരിൽ ഞാനിവിടെ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ നിങ്ങളുടെയെല്ലാം മനസ്സിൽ ജാതിയുടെയും മതത്തിൻ്റെയും വിഭാഗീയമായ ചിന്താഗതികളുടെയും അതീതമായി നിന്നുകൊണ്ട് ശുദ്ധമായ മനുഷ്യത്വത്തിൻ്റെ വക്താക്കളായി മാറുവാനുള്ള ശക്തമായ പ്രേരണ, പ്രചോദനം നിങ്ങളുടെയെല്ലാം അന്തരാത്മാവിൽ പ്രോജ്വലിതമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും മഹത്വം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ രണ്ട് മഹാത്മാക്കളും മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിയവരാണ്. ജാതി, മതം തുടങ്ങിയ ഭേദചിന്തകൾക്കതീതമായി മാനവരൊക്കെയും ഒന്ന് എന്നുള്ള മഹിതമായ ദർശനത്തെ അന്തരാത്മാവിൽ നിറച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു 73 വർഷവും മഹാത്മാഗാന്ധി 79 വർഷവും ഈ ധരണിയെ ധന്യമാക്കിക്കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് അധിവസിച്ചു എന്ന് നമുക്കറിയാം. 1925 വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ സമരത്തിൽ ആശീർവദിക്കുവാൻ വേണ്ടി വന്നെത്തിയ മഹാത്മാഗാന്ധി ശ്രീമാൻ ടി.കെ. മാധവനാൽ നിയുക്തനായി വർക്കല ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത് 1925 മാർച്ച് മാസം 12-ാം തീയതിയാണ്. എല്ലാ ശാഖകളിലും ഇലകളിലും ഒരുപോലെ ഒഴുകുന്നത് ഒരേ ഒരു രസം, മാവിൻ്റെ രസം. അതുപോലെ മനുഷ്യരെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ നീളം കൂടിയവനെന്നോ നീളം കുറഞ്ഞവനെന്നോ ഒക്കെ പറഞ്ഞാലും എല്ലാ മനുഷ്യരിലുമുള്ളത് ഒരേ ഒരു ഗുണമാണ്, മനുഷ്യത്വം എന്ന ഗുണം. അതാണ് മനുഷ്യന്റെ ജാതി, അത് ഏകമാകുന്നു. ഗാന്ധിജിക്ക് ഗുരുദേവന്റെ യുക്തി വളരെ ഇഷ്ടമായി.
എല്ലാവർക്കും എല്ലാവിധമായ മംഗളാശംസകളും ഇവിടെ നേർന്നുകൊള്ളുന്നു. രാഹുൽജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മഹിതമായൊരു സ്വപ്നമുണ്ട് ഭാരതത്തെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം സാധ്യതമാകുവാൻ, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. നമസ്കാരം.